മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, വേലി കിടക്കണ കോണാകം എടുത്ത് കഴുത്തിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മനക്കരുത്തുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി. അത്രേ കാണുന്നവര് ഇത്ര വലിയ കുണ്ടിതതിന് അടുത്ത ഉസ്താദി കൊണ്ടിട്ട് സമ്മതിക്കണം. ധരിച്ച് ഡാൻസ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പാറ പോലെ കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹായ്, വെൽക്കം ടു ഫണ്ണി കപ്പിൾസ്. നമുക്ക് ചെറിയൊരു വീഡിയോയിലേക്ക് പോരാം. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് മൊത്തം ഓണാഘോഷമാണ്. അതേലോ, സ്വാഭാവികമായിട്ട് ഓണമാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതെന്താ പ്രത്യേകത? അതെന്താന്ന് വെച്ചാല് ചില ഉസ്താദുമാരും ചില ഉസ്താദിമാരും ചേർന്നിട്ട് വേലി കിടക്കണ കോണാകം എടുത്ത് കഴുത്തിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മനക്കരുത്തുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. കാണുന്നവര് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എങ്ങനെയാ? ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. കേട്ടോ, ഇതിപ്പോ എന്താണ്ടായേ? അല്ലയോ വണ്ടിരാ, നിങ്ങൾക്കിപ്പോ എന്താ ഇത്ര വലിയ കുണ്ടിതതിന്? ഓണങ്ങളെ പിടിച്ച് കടിച്ചാ അതെങ്ങള് വല്ല നായക്കൊറ പൊടിയില് വീടാ? എന്താപ്പത്? നിങ്ങളെ കണ്ടല്ലേ ഞങ്ങള് പഠിക്കേണ്ടത്. പഠിച്ചോനെ, ഇതേ അടുത്ത ഉസ്താദി കൊണ്ടിട്ട് സമ്മതിക്കണം. വന്നോളേ, നിന്നോളേ, വാങ്ങിച്ചോളേ. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പാറ പോലെ ഉറച്ചു നിൽക്കണം കേട്ടോ. ഇതിന്റെ പേരിൽ എത്ര റിയാക്ഷൻ വന്നാലും ഐ ഡോണ്ട് കെയർ. കറക്റ്റ് ആണ്. അല്ല, ഓൾക്ക് അടുപ്പിലും ആവാം, ബാക്കിയുള്ളവർക്ക് ടോയ്ലറ്റിലും പാടൂലെന്നുള്ള സംഗതിയാണ്. അപ്പൊ ഓള് ഹലാലായ വീഡിയോ നമ്മളത് കാണണ്ടേ? കാണണല്ലോ. അപ്പൊ കണ്ടോളൂ ഹലാൽ വീഡിയോ. ഓള് ഹിജാബ് അല്ലേ ധരിച്ചിക്കണത്? വല്ലാത്ത ജാതി നിലപാടാണ് കേട്ടോ. എന്തായാലും വല്ലാത്ത ജാതി. ഓള് വൈറലാകാനിട്ട വീഡിയോ ഏറലായപ്പോള് നൈസായിട്ട് ഓളങ്ങടെ വീഡിയോ അങ്ങോട്ട് മുക്കിന്നേ. എന്താ വല്ലാത്ത ജാതി നിലപാടുകൾ രാജകുമാരിയാണ്. ഇവളെയൊക്കെ അല്ലേ നമ്മളിത് കുണ്ടിത മുസ്താദി എന്ന് പറയുന്നത്. ശരിക്കും എന്തായാലും ഓൾഡി ഉസ്താദിന്റെ ഈ വാക്ക് പ്രകാരല്ലേ ഓണം പ്രാവശ്യം നമ്മുടെ പിള്ളേർ അങ്ങോട്ട് തൂക്കി കറക്റ്റ് അങ്ങോട്ട് തൂക്കി പറഞ്ഞ കറക്റ്റ് അങ്ങോട്ട് തൂക്കി. ആ വീഡിയോ ഒന്ന് കണ്ടല്ലോ നമുക്ക്. അപ്പൊ ഞങ്ങൾക്ക് ഉസ്താദിനോടും കുണ്ടിതപ്പെട്ട ഉസ്താദിയോടും പറയാനുള്ളത് ഒരു കാര്യമുള്ളൂ. ഒരു കാലത്ത് ഫോട്ടോ എടുക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം. പിന്നീട് പാസ്പോർട്ടിൽ ഫോട്ടോ നിർബന്ധമാക്കിയപ്പോഴാണ് അത് ഹലാലായത്. സത്യം, അതും സത്യം. അതുപോലെ തന്നെയാണ് TV ഹറാമാണ്, സിനിമ ഹറാമാണ്, മ്യൂസിക് ഹറാമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഹറാം തന്നെയാണ്. ഈ ഹറാമായതിനെല്ലാം പിന്നെ നിങ്ങൾ ഉസ്താക്കന്മാര് അവരുടെ ആവശ്യാനുപ്രകരണം അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് അവർ ഹലാലാക്കി മാറ്റി. ഇപ്പൊ ഉസ്താദ് വീഡിയോസ്, അതിന്റെ പ്രഭാഷണ വീഡിയോസ് അയക്കുന്നത് തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഹറാം തന്നെയാണ് ഉസ്താദ്. അത് നിങ്ങൾ തന്നെയാണ് ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഈ കുട്ടികളുടെ സ്കൂളിൽ നടക്കുന്ന കോളേജിൽ ചെറിയൊരു ആഘോഷമാണ് ഹറാമോ അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് സന്തോഷം. അവരെല്ലാരും ഒത്തുകൂടുമ്പോൾ ഒരു സന്തോഷം. അതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് അവര് പിന്നെ കണ്ടുമുട്ടോ നമുക്ക് അറിയില്ല. ആർക്കടെ പ്രശ്നം? അതെ, എന്ത് പ്രശ്നം? എന്താ നിലവില്ലേ? ഇത് നമ്മൾ തീരുമാനിക്കണത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളല്ലേ, അങ്ങോട്ട് അടിച്ചു പൊളിക്കട്ടെ. അവർക്ക് ആ സമയത്ത് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവര് കൂട്ടിലാകപ്പെട്ട കിളികളാണ്. അവരങ്ങോട്ട് പറക്കട്ടെ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, കുട്ടികളുടെ ഡാൻസ് പിള്ളേര് കൊള്ളാന്ന്. ഇപ്പോഴത്തെ പിള്ളേര് ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. സത്യം പറയാലോ, ഞങ്ങളുടെ ഓണാഘോഷം എന്താണ്? സ്കൂളിൽ വെറുതെ ഒരു പൂക്കളം ഇടുക. അവിടെ നിന്ന് ഒന്നും കിട്ടൂല. സത്യമില്ല, ഒരു ഗ്ലാസ് പായസം കിട്ടിയാൽ കിട്ടി, ഞങ്ങൾ പോന്നു. ടീച്ചർമാരെ പേടിച്ച്
മര്യാദക്ക് പൂക്കളിടുക, മര്യാദക്ക് മര്യാദയ്ക്ക് മര്യാദക്ക് ഇനി വീട്ടിൽ ഓണത്തിന് പൂക്കളിട്ട് വല്ല പ്രൈസും കിട്ടിയാ അത് നൈസായി വാങ്ങിട്ട് ഇങ്ങോട്ട് പോരാന്നല്ലാതെ വേറെ അവിടെ ഒരു വേറെ ഒരു പരിപാടി പരിപാടിയില്ല. നടക്കില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇന്നത്തെ പിള്ളേര് പൊളിയാണ്, പൊളി. പൊളി. ചുമ്മാ പൊളി. അപ്പൊ ഞങ്ങൾക്ക് ഇതിൽ എന്താ പറയാനുള്ളതെന്ന് വെച്ചാലില്ലേ, അതായത് മനുഷ്യന് മതമാവാം, പക്ഷെ മതം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യരാവരുത്. മതം മാത്രം തലയിൽ കയറ്റി നടക്കരുത്. മതം മാത്രമായ പോരാ, മനുഷ്യത്വം കൂടി വേണം. അല്ല നമ്മളൊക്കെ മനുഷ്യരല്ലേ, എല്ലാവരും മതം നോക്കി ജീവിക്കുവോ? ഇല്ല, നമ്മളൊക്കെ മനുഷ്യരാ. ആര് പറഞ്ഞാലും, ഹിന്ദുക്കൾ പറഞ്ഞാലും ക്രിസ്ത്യാനികൾ പറഞ്ഞാലും മുസ്ലിങ്ങൾ പറഞ്ഞാലും വർഗീയതയാണ്. ഇതിലിപ്പോ എനിക്ക് എന്താ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, എനക്ക് എന്താ മനസ്സിലായത് ഇതെന്ന്? ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഉസ്താദിമാർക്കും ഇല്ലാത്ത രണ്ട് കാര്യം ഇന്ന് നമ്മുടെ പിള്ളേർക്കുണ്ട്. അതെന്താ അത്? ഒന്ന്, നല്ല തലച്ചോറ്. അതെ. രണ്ട്, നല്ല വിവേക ബുദ്ധി. കാരണം ഈ ഉസ്താദിമാർക്കും ഇത്രയും പ്രായമായിട്ടും ഇല്ലാത്ത ഒരു ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി നമ്മുടെ പിള്ളേർക്കുന്നുണ്ട്. സത്യത്തിൽ ഇവര് പണ്ഡിതന്മാരാണെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ പണ്ഡിതന്മാരല്ല, ഇവര് കുണ്ഠിതന്മാരാണ് സത്യത്തിൽ. അതെന്തായാലും ഉണ്ട്, അത് സമ്മതിച്ചു കൊടുക്കാതെ പറ്റൂല. ഇതെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ? അതായത് പണ്ട് പഴമക്കാര് ഒരു പഴഞ്ചൊല്ല് പറയായിരുന്നു, മോങ്ങാനിരുന്ന ഉസ്താദ്മാരുടെ തലയിൽ തേങ്ങ വീണു എന്നുള്ളത്. അത് അങ്ങനെയല്ലല്ലോ പഴഞ്ചൊല്ലി യഥാർത്ഥത്തിൽ. പക്ഷെ ഇപ്പൊ ഈ സാഹചര്യത്തിന് കറക്റ്റ് പഴഞ്ചൊല്ല് ആപ്റ്റായിട്ടുള്ളത് ഈ പഴഞ്ചൊല്ലാണ്. ആയിരിക്കൂലേ? സത്യം അതായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യമായിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മള് പള്ളിക്കഞ്ഞി കുടിച്ചിട്ടുണ്ട്, പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ട്, ബിരിയാണി തിന്നിട്ടുമുണ്ട്. അതെ, നമ്മള് വിഷു ആഘോഷിച്ചിട്ടുണ്ട്, ഓണം ആഘോഷിച്ചിട്ടുണ്ട്, ഓണസദ്യ കഴിച്ചിട്ടുമുണ്ട്. ക്രിസ്മസിന് ഞങ്ങൾ മെഴുകുതിരി പള്ളിയിലും പോയിട്ടുണ്ട്, മെഴുകുതിരി കത്തിച്ചിട്ടുമുണ്ട്, സ്റ്റാർ തൂക്കിയിട്ടുണ്ട്, കേക്ക് മുറിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഒന്നേ നമുക്ക് പറയാനുള്ളൂ, നമ്മള് മലയാളികള് കേരളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ആഘോഷവും ഒരേപോലെ വൈബാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന മലയാളികളാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ പറയുള്ളൂ, നിങ്ങൾ സെറ്റല്ലേ, ഞങ്ങളും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. അർമാദിപ്പിൻ, ആഘോഷിപ്പിൻ. അതുകൊണ്ട് എല്ലാവർക്കും ഓണം നബിദിന ആശംസകൾ. പള്ളിക്കപ്പിൾ സ്വാഗതം. ബൈ, സി യു.